ടിനി ടോം ചേട്ടൻ ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയുള്ള ഊള കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ എനിക്ക് അവിടെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയി 3 മണിക്കൂറാണ് ഹറാസ് ചെയ്യപ്പെട്ടത്. വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഇട്ടു, CCTV വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ 3 മണിക്കൂർ ഇരുന്നതിന്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ തരണമെന്ന്. എനിക്കിത് ഇത് വന്നത് റിപ്ലൈ വന്നത് അവിടെ CCTV വെച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ 2-3 ക്വസ്റ്റ്യൻസ് അയച്ചു. പരാതിക്കാരി എനിക്കെതിരെ പരാതി നൽകിയ ആളുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം. അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൂഢാലോചന നടന്നത് എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടു, ലിറ്ററലി. അതിന്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിന്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. എന്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. അപ്പോ പക്ഷേ ഇതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിപ്പോ ടിനി ടോമിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങൾ അതിനെല്ലാം പുള്ളി വിശദമായിട്ട് നിഷേധിച്ചോട്ടെ. ഇതിന്റെ വളർച്ചയിൽ ആശങ്കയുള്ള രീതിയിൽ അല്ലെങ്കിൽ അസൂയ. എന്നെക്കാൾ ഇത്രയും വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്ക് എന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പറയുമ്പോൾ ഉള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക നേരിട്ട് അങ്ങനെ ഉണ്ടായിരുന്നോ പറഞ്ഞത്? അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്. ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. നീന ചേച്ചി എന്നോടത് പറഞ്ഞു. അത് ടിനിയോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. ഞാൻ രാജിവെച്ച സമയത്ത് ഞാൻ ഫെബ്രുവരി 21, അതായത് ഞങ്ങളുടെ അമ്മ കുടുംബസംഗമം കഴിഞ്ഞ് ഒരാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ രാജിവെച്ച ഡേറ്റ് ഫെബ്രുവരി 21. അന്ന് ഞാൻ രാജിവെച്ചപ്പോൾ എനിക്ക് വയ്യ ഇനി ടോളറേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി 3 മണിക്കൂർ ഇരുന്ന്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ പോയിട്ട് ഇല്ല. അപ്പൊ ഞാൻ രാജി വെച്ചപ്പോ അതിലിട്ട് ചെറിയ നോട്ടാ, എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളും ജോലി തിരക്കും ഉള്ളതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. എനിക്ക് എത്ര ജോലി ഉണ്ടെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം.